Hi guys, this is the Cinema Maniac and here we discuss about cinema. So, ഇത് പറയാനുള്ളത് കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിനെ പറ്റിയാണ്. ഇതെന്ന് പറയുമ്പം ഒരു സ്റ്റാൻഡ് അലോൺ സീക്വലാണ് ഈ ഫ്രാഞ്ചൈസിൽ ഇറങ്ങിയ വാർ ഫോർ ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് തേർഡ് ഫിലിം. അതിന്റെ ഒരു സ്റ്റാൻഡ് അലോൺ ട്രിലജിയാണ്. ഡയറക്റ്റഡ് ബൈ വെസ് ബാൾ. കഥ ജോഷ് ഫ്രീഡ്മാൻ ആണ്. എന്റെ ആക്ടേഴ്സ് എന്ന് പറയാൻ കൂടുതലും വോയിസ് ആക്ടേഴ്സ് ആണ്. അറിയാലോ, ഇതൊരു CGI ആനിമേറ്റഡ് സിനിമയാണ്. അപ്പം ഫ്രയ അലൻ ആണ് ഒരു ഫീമെയിൽ ലീഡ്, ഒരു മെയിൻ ഫീമെയിൽ ലീഡ്. സത്യം പറഞ്ഞാൽ ത്രൂ ഔട്ട് ഉള്ള ഏക ഒരു എന്താ പറയാ ഹ്യൂമൻ ആക്ടർ എന്റെ റോള് പ്ലേ ചെയ്തേക്കണം. അവര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റിയാണെന്ന് പറയാനുള്ളത്. കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്. ആൻഡ് ഈ സിനിമയെ പറ്റി പറയാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മുഴുവൻ കാണണമെന്ന് ഞാൻ പറയില്ല. അറ്റ്ലീസ്റ്റ് വാർ ഫോർ ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എങ്കിലും, അതായത് ഈ ഫ്രാഞ്ചൈസിൽ അവസാനമായിട്ട് ഇറങ്ങിയ സിനിമ വാർ ഫോർ ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എങ്കിലും കണ്ടിട്ടുണ്ടാവണം. അത് കണ്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ. അല്ലെങ്കിൽ ഒരു ഒരു മീനിങ് ഉണ്ടാവില്ല അതിന്. കാരണം നമ്മൾ പറയും ഈ വീഡിയോയിൽ, നമ്മൾ പറയും അതിന്റെ റീസൺ എന്താണെന്നുള്ളത്. അപ്പം പറഞ്ഞോണം, ഇതൊരു സ്റ്റാൻഡ് അലോൺ സീക്വലാണ് വാർ ഫോർ ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിന്. അപ്പം സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടപ്പെട്ടു. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സീസറിന്റെ കഥ അല്ലെങ്കിൽ സീസറിന്റെ വാക്കുകൾ, അതാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ള. എന്താ പറയാ, ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഇപ്പം CGI അങ്ങനെയുള്ള ടെക്നിക്കൽ സൈഡുകള്, ഈ പറഞ്ഞോണം ആക്ടിങ് മീൻസ് വോയിസ് നൽകിയേക്കണം. ഈ പറഞ്ഞ ഏപ്സിന് മങ്കീസിന് വോയിസ് നൽകിയേക്കണം. വോയിസ് ആക്ടേഴ്സിന്റെ ആ ഒരു ഇത്, ബാക്കി ഈ പറഞ്ഞ CGI അങ്ങനെയുള്ള ടെക്നിക്കൽ സൈഡുകളൊന്നും ഒരു ഫ്ലോയും നമുക്ക് പറയാനില്ല. അറിയാലോ, ഒരു ഹോളിവുഡ് മൂവി എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുക, അത് ടോപ്പാണ്, ഒന്നും പറയാനില്ല. ഇതില് ഈ സീസർ എന്നുള്ള ക്യാരക്ടറിനെ, അതായത് വാർ ഫോർ ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്, ആ ഫ്രാഞ്ചൈസ് റൈസ് ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സും ഡോൺ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സും വാർ ഫോർ ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സും കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ആ സീസർ എന്ന് പറയുന്നത് അത്ര ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് ഇവരെങ്ങനെ ഈ സിനിമയിൽ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. ആ ക്യാരക്ടറിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് ഈ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിന് അത്രയും ഒരു എന്താ പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം ദി ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കി മാറ്റിയത്. ഇതില് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് വാർ ഫോർ ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എങ്കിലും കണ്ടിട്ട് വേണം ഈ സിനിമ കാണാൻ പോകാൻ. കാരണം പലയിടങ്ങളിലും സീസറിന്റെ ഒരു റെഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. സീസറിന്റെ വാക്കുകൾ അല്ലെങ്കിൽ സീസറിന്റെ കഥ, സീസർ മുന്നോട്ട് വെച്ച ഐഡിയാസ്, അത് പലയിടങ്ങളിലും ഈ സിനിമയിൽ പറയുന്നുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, അതിനെ അവരെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പം വാർ ഫോർ ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്, പ്രത്യേകിച്ച് വാർ ഫോർ ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഒക്കെ വീണ്ടും കാണുന്ന ഒരു ഫീലായിരുന്നു. അത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് സീസർ എന്നുള്ള ഒരു ക്യാരക്ടറാണ്. ഇതില് നോവ എന്ന് പറഞ്ഞൊരു ഏപ്പ് ക്യാരക്ടർ ഉണ്ട്. ഒരു മെയിൻ ലീഡ് റോള് പ്ലേ ചെയ്യണ ഒരു ഏപ്പ് ക്യാരക്ടർ നോവ എന്ന് പറഞ്ഞു. ആ ക്യാരക്ടറിന്റെ മുഖത്ത് അല്ലെങ്കിൽ ആ ക്യാരക്ടറിലൂടെ എനിക്ക് കാണാൻ സാധിച്ചത് സീസറിനെയാണ്. അതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു ഫിലിം മേക്കിംഗ് ഒരു മാജിക് ആയി മാറുന്നത്. ഒരു ഫ്രാഞ്ചൈസിൽ ഉണ്ടായിരുന്ന, ആ ഫ്രാഞ്ചൈസിൽ മുമ്പത്തെ സിനിമകളിൽ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറിനെ, ആ ക്യാരക്ടർ മരിച്ചു. ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, സീസർ എന്നുള്ള ക്യാരക്ടർ മരിച്ചു. പക്ഷെ എന്നിട്ടും ആ ക്യാരക്ടറിന്റെ ഒരു ലൈഫ്, അതായത് മരിച്ചു പോയ ഒരു ക്യാരക്ടറിന്റെ ലൈഫ് അടുത്തൊരു സിനിമയിൽ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ് ഈ സിനിമ വിജയിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിലിം മേക്കിംഗ് ഒരു മാജിക് ആയി മാറുന്നത്. എനിക്ക് ത്രൂ ഔട്ട് ആ ഒരു ഫീലിംഗ് ആണ്, സീസറിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് നോവയിലൂടെ അല്ലെങ്കിൽ സിനിമയിൽ ആയിരുന്നു. അപ്പം അതാണ് അവരങ്ങനെ അതെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പിന്നെ അതോണം തന്നെ ക്ലൈമാക്സ് ആണെങ്കിൽ പോലും ഒക്കെ പൊളിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ദി ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ അങ്ങനെ ഒരു ദി ബെസ്റ്റ് എന്ന് പറയാൻ കുറച്ചായിട്ട് ഒരു ഷോർട്ടേജ് ആണ്. ഇത് പൊളിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത് നോക്കേണ്ട കാര്യമില്ല. അത് ഒരു ഹോളിവുഡ് സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് സീസർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവരെങ്ങനെ ഇതിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത്
കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പൊളിച്ചു ഒന്നും പറയാനില്ല. അല്ല, ഒറ്റ വാക്കിൽ സീസറിന്റെ കഥ, അതാണ് ഈ മൂവി എന്ന് പറയുന്നത്. സീസറിന്റെ വാക്കുകൾ. റിമെമ്പർ സീസേഴ്സ് സ്റ്റോറി, റിമെമ്പർ വാട്ട് സീസർ ടോട്ട്.